സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ലവ് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്നാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റിസോണേറ്റ് ആവണം എന്നില്ല. റിസോണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എങ്ങനെയാണ്, ആ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്താണ്, അതിൻ്റെ ഒരു ഭാവി, അതിൻ്റെ ഒരു കറണ്ട് ആക്ഷൻ, നിങ്ങൾ എന്താണ് എടുക്കേണ്ടത്, യൂണിവേഴ്സൽ മെസ്സേജ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ഹീറോഫന്റ്, രണ്ടാമത്തത് 4 ഓഫ് വോൺസ് റിവേഴ്സ്ഡ് ആണ് വന്നിരിക്കുന്നത്, മൂന്നാമത്തെ കാർഡ് 5 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ കാർഡ് ഹീറോഫന്റ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വിവാഹം തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഉറപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ്. ഇനി പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആവാനുള്ള സാധ്യതയാണ്. രണ്ടാമത്തെ കാർഡ് റിവേഴ്സ്ഡ് വന്നതിനാൽ അതൊരു നെഗറ്റീവ് കാർഡാണ്. വിവാഹം ഉറപ്പിക്കുമെങ്കിലും അത് നടക്കാൻ കുറെ കാലതാമസം എടുക്കും. ചിലപ്പോൾ ഒരു പണത്തിന്റെ കുറവോ ചില കുടുംബാംഗങ്ങളുടെ എതിർപ്പോ ഒക്കെ തടസ്സമായി വരും എന്നാണ് പറയുന്നത്. സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഇതെല്ലാം കാണുന്നുണ്ട്. ഇങ്ങനെ മൂന്നാമത്തെ കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ തടസ്സങ്ങൾ വരുമ്പോഴേക്കും ആ ഒരു വ്യക്തി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ചിലപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളും സംഘർഷങ്ങളും എല്ലാം കാരണം നിങ്ങളിൽ നിന്ന്, ഈ ബന്ധത്തിൽ നിന്നും വേർപിരിയുന്നതിനെ പറ്റി ചിന്തിക്കുന്നു. ഇവിടെ വേർപിരിയൽ എന്ന് പറയുന്നത് വേർപിരിയും എന്നല്ല, വേർപിരിയാനുള്ള ഒരു സാധ്യത മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു സൈഡിൽ നിന്നും മാത്രം കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാതെ എല്ലാ കാര്യങ്ങളും ശരിയായി അറിയാൻ ശ്രമിക്കുക, അതിൽ നിഷ്പക്ഷത പാലിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഇന്നത്തെ കാർഡ് റീഡിംഗ് പൂർണ്ണമാകുന്നു. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.